ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരാളുണ്ട് കേട്ടോ വീഡിയോയിൽ. ഇവിടുത്തെ ഒരു കുഞ്ഞുവാവയാണ്. അപ്പോൾ ഈ പൂച്ച ഇവിടെ തന്നെ ഇതിൻ്റെ അമ്മ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോയതാട്ടെ. ഇതും ഇതിൻ്റെ കൂടെ ഒരു ഇരട്ടയുണ്ട്. കുഞ്ഞു വാവകളായിരുന്നപ്പോൾ ഇവിടെ കാട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അമ്മയുടെ വഴിക്ക് പോയതാട്ടെ. അപ്പോൾ അന്ന് തൊട്ട് ഇതുങ്ങൾ ഇവിടെയാണ് വളരണത്. അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ കിടക്കണത് കേട്ടോ കാടിന്. അപ്പോൾ ഇതിന് ബ്യൂട്ടി എന്നും പേരിട്ടു, അതിൻ്റെ കൂടെ ഉള്ളതിന് ക്യൂട്ടി എന്നും പേരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും എപ്പോഴും ഈ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും മുറ്റത്തും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കലാണ് ജോലി. എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോവില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ മോള് കാണിച്ചു വെച്ചേക്കണേ കേട്ടോ. അവന് പറ്റിയ ഒരു പുതപ്പൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ഉറങ്ങണേ. ഇത് പെണ്ണാണ്. അപ്പോൾ ഇവളിങ്ങനെ ബെഡിലും സെറ്റിയിലും നല്ല നല്ല സ്പോഞ്ചി സ്ഥലങ്ങളിലാട്ടെ ഇവൾക്ക് കിടക്കാനിഷ്ടം. മറ്റേതകത്തേക്കൊന്നും വരില്ല. അത് ഇങ്ങനെ പുറത്ത് തന്നെ സിറ്റ് ഔട്ടിലൊക്കെയാണ് കിടക്കുകയുള്ളൂ. വണ്ടിയുടെ മുകളിലൊക്കെ കയറി കിടക്കും. അപ്പോൾ ഇതിനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു പൂച്ചയുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചയുടെ അടുത്ത് നിന്നിട്ട് അത് നല്ലൊരു കടി കൊടുത്തിട്ട് ഇതിൻ്റെ അപ്പുറത്തെ ബാക്ക് വശം ആകെ കടിച്ച് പറിച്ച് ഇങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നോട്ട് ഇതിന് ഓയിൽമെൻറ്റൊക്കെ തേച്ച് ഉണക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ വെച്ച് അതിനങ്ങനെ കൊണ്ടു നടക്കണ കാരണം ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ട് ഇവിടുന്ന് ഒഴിവാവില്ല കേട്ടോ. നമ്മുടെ പുറകെ തന്നെ നടക്കും. ഈ കൊച്ചു മക്കളെ പോലെ കേട്ടോ, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും വിശക്കുമ്പോൾ. അല്ലെങ്കിൽ അതിനിങ്ങനെ എപ്പോഴും നല്ല തലോടി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോളാണെങ്കിൽ ഇതിനിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ വീടിനകത്ത് ഇവിടുത്തെ ഒരു അംഗമായിട്ട് അങ്ങനെ കയറി കൂടിയിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ ഏത് നേരവും സിറ്റ് ഔട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതുങ്ങളെയൊക്കെ കളിപ്പിച്ചിങ്ങനെ നേരം കളയലാട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനാണല്ലോ, അപ്പോൾ അവരുടെ കൂടെ തന്നെ ഇവരും ഉണ്ട്. അങ്ങനെ ഇതുങ്ങളുടെ കളിയും ചിരിയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പിന്നെയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കുറേ പൂച്ചകൾ വളർത്തേണ്ടവർ, അതൊക്കെ പേർഷ്യൻ ക്യാറ്റാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് ഒരു പൂച്ച രാക്ഷസൻ്റെ സ്വഭാവമാണ് അതിന്. ആ വീട്ടിലേക്ക് ആരും അടുപ്പിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു മതിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ അറിയാതെ എങ്ങാനും ഇപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മീനിൻ്റെയൊക്കെ മണ്ണടിക്കുമ്പോൾ ഇവരങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ചാടിയത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ടി. ഇതിനെ വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ സിറ്റ് ഔട്ടിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അത് ഓടും അവിടുന്ന്. മറ്റത് എൻ്റെ അത്ര ഇണക്കം ഇതിനില്ല. അപ്പോൾ ഇവരിങ്ങനെ മതിലിയാടി അവിടെ ചെല്ലേണ്ട താമസം അപ്പം തന്നെ കടിച്ച് കീറി മാംസം എടുത്തിട്ടാട്ട് ഇങ്ങോട്ട് വിടുള്ളൂ. അത്ര കടിക്കും. കുറേ പൂച്ചകൾ ഇപ്പോൾ ഇതിൽ കാടൻ പൂച്ചകൾ നടക്കുന്നുണ്ട്. കുറേ ഉണ്ട് ഇവിടെ പൂച്ചകൾ. പക്ഷേ അതുങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേട്ടോ. ഓരോന്നിൻ്റെയൊക്കെ കഴുത്തൊക്കെ കടിച്ച് പറിച്ചിട്ട് ഇങ്ങനെ ചോര ചാടിച്ച് നടക്കും. നമുക്ക് സങ്കടം വരും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ, എല്ലാവരെയും പിടിച്ച് മരുന്ന് വെക്കാനൊന്നും പറ്റില്ല. അവരൊക്കെ ആണെങ്കിൽ ഒട്ടും ഇണങ്ങാത്ത പൂച്ചകളാണ്. ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നടക്കണമെന്ന് സങ്കടം വരും കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ ഉണങ്ങിയതും ഉണങ്ങാറായതൊക്കെ ആയിട്ട് അവിടെ ഒരു സൈക്കോ പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ അടുത്ത് ആര് എന്നാലും കടിച്ച് പറിച്ചേ വിടുള്ളൂ. അങ്ങനെ പൂച്ചക്കായനെയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നിട്ട് ഞാൻ പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കേട്ടോ. ഒരു 11-12 മണിയൊക്കെ ആയപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് പയർ കിട്ടിയതാണ്. ഈ പയർ ഉണങ്ങിയ അച്ചിങ്ങയുടെ ഉള്ളിലത്തെ പയറാണിത്. ഉണക്കപ്പയറല്ല, പച്ച തന്നെയാണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് തത്തമ്മ ചുണ്ട് പോലെ വൈറ്റ് കളറിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന പോലത്തെ ചുണ്ട് പോലെ തോന്നും എനിക്ക്. കുറേ അതൊക്കെ കഴുകി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. ഈ മീനിന് ഇവിടെ പറയുന്നത് അയിലക്കണ്ണീന്ന് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യണുള്ളൂ, കറി വയ്ക്കണില്ല. നല്ല മീനായിരുന്നു. അപ്പോൾ പിന്നെ പയർ ഉപ്പേരിയാക്കാം, ഇത് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ തണ്ണിമത്തൻ കാണിച്ചില്ലേ, അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ആ തണ്ണിമത്തൻ ഞാൻ ജ്യൂസ് അടിച്ചപ്പോൾ ഐസ് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ആ തണ്ണിമത്തൻ ഇങ്ങനെ പീസാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചേക്കാണ്. അപ്പോൾ ആ പീസുകൾ ഇങ്ങനെ ഐസ് പോലെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചെടുത്താൽ മതി. ഐസിൻ്റെ ആവശ്യമില്ല കേട്ടോ, അങ്ങനെ ഫ്രൂട്ട്സ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വെച്ച് എടുത്ത തണ്ണിമത്തങ്ങയാണത്. അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ പയറൊക്കെ റെഡിയാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടാ. പച്ച പയറല്ലായിരുന്നു. പിന്നെ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മാങ്ങക്കറിയൊക്കെ ഉണ്ടായി, മാങ്ങച്ചാറ് ഒക്കെ ഉണ്ടായിട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ വേറെ ചാറ് കറിയൊന്നും വെച്ചില്ല, തൈരും ഉണ്ടായി. പിന്നെ വൈകുന്നേരം ഇന്നൊരു കോഫി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നല്ല മഴ വരാനുള്ള ലക്ഷണമാണ്. രാവിലെ നല്ല ചൂടായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കുഞ്ഞു മഴ ഇങ്ങനെ ചാറി നിൽക്കും. അതാണ് ഇപ്പോൾ ഡെയിലി ഇവിടുത്തെ കാലാവസ്ഥ. പിന്നെ രാത്രി ആകുമ്പോൾ ചിലപ്പോൾ നല്ല മഴയും കിട്ടും കേട്ടോ. ഇന്നലെ മുഴുവനാണെങ്കിൽ ഇവിടെ കറണ്ടും ഉണ്ടായില്ല. അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് ഇവിടെ.
അപ്പോൾ കോഫിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് കൂടെ ബജ്ജി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കോഫിയും ബജ്ജി ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിക്കാനായിട്ട് പോവാണ്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും അതൊന്നും കാണിച്ചില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.